ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വൻമതിലായ പശ്ചിമഘട്ട മലനിരകൾ അപൂർവങ്ങളായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ്. 6 സംസ്ഥാനങ്ങളിലെ 51 ജില്ലകളിലെ 163 താലൂക്കുകളിലായി പശ്ചിമഘട്ടം അമ്പരചുംബികളായി ഉയർന്നു നിൽക്കുന്നു. ലോകത്ത് മറ്റെവിടെയും കാണുവാൻ സാധിക്കാത്തതും 12 വർഷത്തിൽ മാത്രം പൂവിടുകയും സഹ്യപർവ്വതമാകെ നീലപ്പെട്ട് വിരിക്കുന്ന അദ്ഭുത സസ്യമാണ് നീലക്കുറിഞ്ഞി. 12 വർഷം കൂടുമ്പോഴുള്ള അത്യപൂർവമായ കാഴ്ച കാണാൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1400 മുതൽ 2400 മീറ്റർ ഉയരത്തിൽ ചോലവനങ്ങൾ ഇടകലർന്ന പുൽമേടുകളിലാണ് നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത്. നീലഗിരി മലകളുടെ പേരിന് പിന്നിലും നീലക്കുറിഞ്ഞി തന്നെ. ഒരു വ്യാഴവട്ടത്തിന് ശേഷം പൂവിടുന്ന നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പദവിയിൽ ഇടം ലഭിക്കാൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ലോൺലി പ്ലാനറ്റിന്റെ ട്രാവലിംഗ് ഗൈഡിൽ ഏഷ്യയിലെ തന്നെ മികച്ച സ്ഥലങ്ങളിൽ പശ്ചിമഘട്ടവും മൂന്നാറും നീലക്കുറിഞ്ഞിയും ഇടം പിടിച്ചിട്ടുണ്ട്. കോടമഞ്ഞ് മൂടിയ സഹ്യാദ്രിയിൽ മഞ്ഞുതുള്ളികൾക്ക് മഷിക്കൂട്ട് ചാർത്തിക്കൊണ്ട് നീലക്കുറിഞ്ഞി പൂവിടുമ്പോൾ മരവിപ്പിക്കുന്ന തണുപ്പിനെയും രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുറിഞ്ഞിപ്രേമികൾ മൂന്നാറിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ഒഴുകുന്നു. കുറിഞ്ഞിക്കാലമാവുമ്പോഴേക്കും മാസങ്ങൾക്ക് മുമ്പേ ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞിരിക്കും. ലോകമെമ്പാടുമുള്ള കുറിഞ്ഞിപ്രേമികളും കേരള ടൂറിസം മേഖലയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറിഞ്ഞിപ്പൂക്കാലം 2018 പ്രളയത്തെ തുടർന്ന് കയ്യെത്തും ദൂരത്താണ് നഷ്ടമായത്. സഹ്യാദ്രിയിലെ അടുത്ത നീലവസന്തത്തിനായി 2030 വരെ കാത്തിരിക്കണം. എങ്കിലും കുറിഞ്ഞിപ്രേമികൾക്ക് ഇടക്കാലാശ്വാസമായി കുറിഞ്ഞിച്ചെടികൾ മൂന്നാറിലെ പലയിടത്തുമായി പൂക്കാറുണ്ട്. പക്ഷേ കൂട്ടമായുള്ള പൂക്കാലം അല്ലെങ്കിൽ സൂപ്പർ ബ്ലൂമിങ്ങിനായി 2030 വരെ കാത്തിരിക്കണം. ആനമല, നീലഗിരി കുന്നുകൾ, പളനിമലകൾ, മൂന്നാറിന് ചുറ്റുവട്ടത്തെ ഹൈറേഞ്ച് മലകൾ, രാജമല, മറയൂർ, സൈലന്റ് വാലി, കൊളുക്കുമല, ശാന്തൻപാറ, തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ, ഊട്ടിയിലെ മുക്കൂർത്തി ദേശീയോദ്യാനം തുടങ്ങിയ സ്ഥലങ്ങൾക്ക് കുറിഞ്ഞിപ്പൂക്കൾ നിറക്കൂട്ട് ചാർത്തുന്നു. കേരളം, തമിഴ്നാട്ടിൽ വസിക്കുന്ന ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന പാലിയ, തോട ഗോത്രവർഗക്കാർ പ്രായം കണക്കാക്കുന്നതും കുറിഞ്ഞിപ്പൂക്കാലത്തെ അധിഷ്ഠിതമാക്കിയാണ്. 3 പ്രാവശ്യം കുറിഞ്ഞിപ്പൂക്കാലം കണ്ട ആളാണെങ്കിൽ അവർക്ക് 36 വയസ്സിന് മുകളിലായിരിക്കും പ്രായമെന്ന് ഇവർ എളുപ്പത്തിൽ കണക്കാക്കുന്നു. മുതുവാന്മാർ കുറിഞ്ഞിയിൽ നിന്നും ഔഷധ ഗുണമേന്മയുള്ള കുറിഞ്ഞിത്തേൻ ശേഖരിക്കുന്നു. ലോകത്ത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കുറിഞ്ഞിയുടെ 450ഓളം ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയിൽ 40% ഇന്ത്യയിലാണുള്ളത്. പശ്ചിമഘട്ടത്തിൽ മാത്രം 64 തരം കുറിഞ്ഞികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1 വർഷം കൂടുമ്പോൾ പൂക്കുന്ന മേട്ടുകുറിഞ്ഞി മുതൽ 10 വർഷം കൂടുമ്പോൾ മാത്രം പൂക്കുന്ന ചോലക്കുറിഞ്ഞി വരെ ഇതിൽ ഉൾപ്പെടുന്നു. 1.5 അടി മുതൽ 8 മീറ്റർ വരെ ഉയരം വയ്ക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കൊളോണിയൻ കാലഘട്ടത്തിലെ പ്രഗത്ഭ ശാസ്ത്രജ്ഞനായ ജെയിംസ് സൈക്സ് ഗാംബിൾ അദ്ദേഹത്തിന്റെ ഫ്ലോറ ഓഫ് ദി പ്രസിഡൻസി ഓഫ് മദ്രാസിൽ കുറിഞ്ഞികളുടെ 46 സ്പീഷീസുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. കുറിഞ്ഞികളുടെ റാണി. പല വർഷങ്ങളിലായി പൂവിടുന്ന കുറിഞ്ഞിയുടെ പല ഇനങ്ങളുമുണ്ടെങ്കിലും 12 വർഷത്തിലൊരിക്കൽ സഹ്യാദ്രിയാകെ ഇടതടവില്ലാതെ പൂവിടുന്ന നീലക്കുറിഞ്ഞിയാണ് കുറിഞ്ഞികളുടെ റാണി. പർപ്പിൾ നീല നിറത്തിലാണ് ഇവരുടെ പൂക്കൾ. അക്കാന്തേസി സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്നാണ്. പേര് വന്ന വഴി ലാറ്റിൻ വാക്കായ സ്ട്രൊബൈലോസ് അഥവാ കോൺ എന്നും ആന്തോസ് അഥവാ ഫ്ലവറും ചേർന്ന് ജീനസ് നാമമായ സ്ട്രൊബൈലാന്തസ് എന്നും ജർമ്മൻ ബൊട്ടാണിസ്റ്റായ കാൾ സിഗിസ്മൺ കുന്തിന്റെ ഓർമ്മയ്ക്കായി കുന്തിയാന എന്ന സ്പീഷീസ് നാമവും നൽകി. അങ്ങനെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. മലമുകളിലെ അദ്ഭുത സസ്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നീലഗിരിയിൽ കുടിയേറിയ യൂറോപ്യൻ സഞ്ചാരികൾ 1826 മുതൽ ഇവയുടെ കൂട്ടമായുള്ള പൂക്കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീലഗിരിയിലെ കാലാവസ്ഥ മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ സമതലങ്ങളിലെ ഉയർന്ന ചൂടിൽ നിന്നും രക്ഷ നേടാൻ നീലഗിരി മലകളിൽ ഹിൽ സ്റ്റേഷൻ സ്ഥാപിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 1400 അടി ഉയരത്തിൽ സൂര്യപ്രകാശം കടന്നുവരാത്ത നിബിഡമായ വനങ്ങൾ, അത്യപൂർവങ്ങളായ പക്ഷികൾ, വന്യജീവികൾ വിഹരിക്കുന്ന കാട്ടിനുള്ളിൽ സദാസമയം ആക്രമണം അഴിച്ചുവിടുന്ന അട്ടകൾ. കാടിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ പുറം ലോകവുമായി ബന്ധമില്ല. ഉൾക്കാട്ടിൽ വെച്ച് വഴി മാറിപ്പോകാനും അതുവഴിയുള്ള അപകട സാധ്യത മുന്നിൽ കണ്ട് വാച്ചർമാരെയോ ആദിവാസികളുടെയോ സഹായത്തോടെയാണ് മലകയറ്റം. അവസാനം മലമുകളിലെത്തുമ്പോൾ മരവിപ്പിക്കുന്ന തണുപ്പും മൂടൽമഞ്ഞും. മുന്നിൽ എന്താണെന്ന് കാണാൻ പോലും ആകാത്ത വിധം കോടമഞ്ഞ് ഗിരികന്ധരമാകെ മൂടിയിരിക്കുന്നു. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും വിവിധ കുറിഞ്ഞിനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ ഉൾക്കാടുകളിലൂടെ തന്നെയാണ് വിവിധ മലയിടുക്കുകളിലേക്ക് പ്രവേശിക്കുന്നത്. വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയാണ് ഷോല ഗ്രാസ്ലാൻഡിൽ നിലനിൽക്കുന്നത്.
മലമുകളിലെ സദാസമയമുള്ള കാറ്റ്, കടുത്ത തണുപ്പ്, തീവ്രമായ സൂര്യപ്രകാശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളുമായി ഇടപഴകാൻ സസ്യജന്തുജാലങ്ങൾക്ക് തനതായ അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ വളരുന്ന സസ്യങ്ങൾക്ക് സമതലങ്ങളിൽ കാണപ്പെടുന്ന അതേ ഇനത്തിൽപ്പെട്ട മറ്റു സസ്യങ്ങളുമായി ആന്തരികമായും ബാഹ്യമായും വൈവിധ്യങ്ങളുണ്ട്. നീലഗിരി കോട്ടയിലെ നീലക്കുറിഞ്ഞി രാജ്ഞിയെ തേടി. നീലക്കുറിഞ്ഞിയുടെ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പൂക്കാലം ശാസ്ത്രലോകത്തിന് ഇന്നും അത്ഭുതമാണ്. മാറി വരുന്ന ഋതുക്കളെയും കാലാവസ്ഥയെയും വകവയ്ക്കാതെ 12 വർഷത്തെ ദീർഘനിദ്ര. ഒരു വ്യാഴവട്ടത്തിന് ശേഷം മണ്ണിനടിയിൽ ഉറക്കമിരിക്കുന്ന കുറിഞ്ഞി വിത്തുകളെ ആരാണ് വിളിച്ചുണർത്തുന്നതെന്ന് ശാസ്ത്രത്തിന് ഇനിയും പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ടില്ല. വേനൽക്കാലം കഴിഞ്ഞ് പുതുമഴ പെയ്യുന്നതോടൊപ്പം ദശലക്ഷക്കണക്കിന് വിത്തുകൾ ഒരേ സമയം ദീർഘനാളത്തെ ഉറക്കം വെടിഞ്ഞ് സഹ്യപർവ്വതമാകെ നീലപ്പെട്ട് വിരിക്കാൻ തയ്യാറെടുക്കുന്നു. 12 വർഷത്തെ തപസ്സിന് ശേഷം ഉറക്കമുണരുമ്പോൾ തങ്ങൾക്ക് ജന്മം നൽകിയ കുറിഞ്ഞിച്ചെടികളുടെ യാതൊരു ശേഷിപ്പും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇവർ ഒരേ സമയം മുളയ്ക്കാനുള്ള സന്ദേശം സ്വീകരിക്കുന്നതെന്ന് അത്ഭുതം തോന്നാറുണ്ട്. ഗ്രഹങ്ങളുടെ ചലനമാണോ, കാലാവസ്ഥയാണോ, ഇനി ജീവന്റെ കോഡുഭാഷയായ DNA-യിലാണോ രഹസ്യങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളുടെ ജീവിത കാലയളവിനുള്ളിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുകയും അതുവഴി വിത്തുൽപാദനം പൂർത്തിയാക്കി സ്വയം ഇല്ലാതാവുന്നതാണ് കുറിഞ്ഞികളുടെ ജീവിതം. ഇങ്ങനെയുള്ള സസ്യങ്ങൾ മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയുന്നു. നീലക്കുറിഞ്ഞിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് ക്ലോക്കിൽ അലാറം വെച്ചുണരുന്നത് പോലെ നീലക്കുറിഞ്ഞിക്ക് 12 വർഷത്തെ അലാറം വെച്ചുകൊടുത്ത പ്രകൃതിയുടെ നിഗൂഢത ഏറെ ജിജ്ഞാസയുണ്ടാക്കുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള പ്രാചീന തമിഴിലെ സംഘകാല കൃതികളിൽ നീലക്കുറിഞ്ഞിയുടെ പൂക്കാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിൽ പൂക്കാലം സൃഷ്ടിച്ചിരുന്നെന്നും കാലാവസ്ഥയിലും ആവാസ വ്യവസ്ഥയിലും ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും ഇവയുടെ പുനരുൽപ്പത്തി വളരെ ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു. 1838 നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള പൂക്കാലങ്ങൾ ഗവേഷകർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടമായുള്ള പൂവിടൽ നീലക്കുറിഞ്ഞിക്ക് പല രീതിയിൽ സംരക്ഷണം തരുന്നു. ഒന്നാകെ പൂവിടുമ്പോൾ ശത്രുകീടങ്ങൾക്ക് ഇവയെ ഒന്നാകെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. അതുവഴി രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാകുന്നു. മറ്റൊന്ന്, ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമുള്ള പൂവിടൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്നും തലമുറകളെ രക്ഷിക്കുന്നു. നിലനിൽപ്പിനായി പോരാട്ടത്തിൽ പശ്ചിമഘട്ടത്തിലെ കാട്ടുതീ തടയുന്നതിലും മണ്ണൊലിപ്പ് തടഞ്ഞ് ചോലപ്പുൽമേടുകളെ സംരക്ഷിക്കുന്നതിലും കുറിഞ്ഞിച്ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നു. കുറിഞ്ഞി ആവാസ വ്യവസ്ഥ അമരാവതി നദിയിലേക്ക് ജലം എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കാവേരിയുടെ പോഷക നദി കൂടിയായ അമരാവതി തമിഴ്നാട്ടിലേക്ക് ജലം എത്തിക്കുന്നതിൽ പ്രധാനിയാണ്. മനുഷ്യൻ പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ കുറിഞ്ഞി ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ കൃഷിക്ക് വേണ്ടിയും തേയില, കാപ്പി പ്ലാന്റേഷന് വേണ്ടിയും ഹെക്ടർ കണക്കിന് പുൽമേടുകൾ നശിപ്പിക്കപ്പെട്ടു. യൂറോപ്പുകാർ കൊണ്ടുവന്ന യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ തുടങ്ങിയ മരങ്ങൾ പശ്ചിമഘട്ട മലനിരകളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. കുറിഞ്ഞിക്കൊരു വീട്. വർഷങ്ങളെയും ഋതുക്കളെയും കാലാവസ്ഥാ മാറ്റങ്ങളെയും അതിജീവിച്ച് ഒരു വ്യാഴവട്ടത്തിന് ശേഷം കുറിഞ്ഞികൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഇനി വരുന്ന തലമുറയ്ക്ക് പ്രകൃതിയുടെ ഈ ഛേദോഹരമായ കാഴ്ച കാണണമെങ്കിലും കുറിഞ്ഞി ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടേണ്ടതായുണ്ട്. അങ്ങേയറ്റം സംരക്ഷണ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അത്യപൂർവമായ കുറിഞ്ഞിച്ചെടിയെ സംരക്ഷിക്കുന്നതിൽ കേരള വനം വന്യജീവി വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ഗുണ്ടുമല, അപ്പർ, ആനമുടി ചോല എന്നിവിടങ്ങളിലെ 80 ഹെക്ടർ പ്രദേശത്ത് 5000-ഓളം കുറിഞ്ഞി തൈകൾ നട്ടുപിടിപ്പിച്ചു. 2006 കേരള ഗവൺമെന്റ് പ്രത്യേക ഓർഡിനൻസ് പാസാക്കുകയും കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽപ്പെടുന്ന കൊട്ടകമ്പൂർ, വട്ടവട ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന 32 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കുറിഞ്ഞിമല സാങ്ച്വറിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി നിലവിൽ വന്ന ഉദ്യാനം കൂടിയാണിത്. കുറിഞ്ഞികളെ പ്രണയിച്ചൊരാൾ. പാലാ സെന്റ് തോമസ് കോളേജ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോമി അഗസ്റ്റിൻ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുള്ള കുറിഞ്ഞിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ ഗവേഷകനാണ്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിവിധ മലകളും ഗിരികന്ധരങ്ങളും സഞ്ചരിച്ച് ഇദ്ദേഹം ഒട്ടനവധി കുറിഞ്ഞിയുടെ പുതിയ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.